ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ എന്താ പറയണ്ടേ, ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ. എന്തായാലും നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. കണ്ടൻറ്റേഴ്സിന് ക്ഷാമമില്ല. നമ്മളുടെ സീക്രട്ട് ഏജൻ്റ് എണ്ണം പറയുന്ന പോലെ അരി വാങ്ങാൻ കാശ് കിട്ടുമെന്ന് പറയുന്ന പോലെ എനിക്കിതുവരെ കാശൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ പൊതുവെ ഉള്ളൊരു കാര്യം പറഞ്ഞു. അതൊക്കെ പോട്ടെ. ഞാൻ ആക്ച്വലി ഇന്ന് സംസാരിക്കാൻ വിചാരിച്ചൊരു വിഷയം, നമ്മളുടെ നാട്ടിലിപ്പോൾ ഒരു നിപ്പ എന്ന് പറഞ്ഞൊരു രോഗം ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ടായിട്ടുണ്ട്. വീണ്ടും കോഴിക്കോട് ജില്ലയിൽ അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പം ആക്ച്വലി നമ്മുടെ നാട്ടിലുള്ള അത് ഇച്ചിരി ഡേഞ്ചർ ഒരു അസുഖമാണ്. ഈ ഷിഗല്ല പോലോ അല്ലെങ്കിൽ സാധാ ഒരു പനി വരുന്നതിൻ്റെ കൂട്ടോ അല്ലത് നിപ്പ. അതിന് ഡെത്ത് റേറ്റ് കൂടുതലാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പം നാട്ടിൽ നമ്മളത് കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട അവസ്ഥയായിട്ടുണ്ട് ശരിക്കും. കാരണം കഴിഞ്ഞ വട്ടമൊക്കെ ഇത് വരുന്ന സമയത്ത് നാട്ടിലത്തെ സർക്കാരെന്ന് പറയുന്നത് LDF സർക്കാരാണ്. അപ്പം LDF സർക്കാർ ഈ ആരോഗ്യ മേഖലയിൽ കുറച്ചുകൂടെ ഒരു എന്തൊക്കെയാണ് ഒരു മാറ്റങ്ങൾ ഈ 10 വർഷത്തിനകത്ത് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു പ്രവാസി എന്ന നിലയിൽ ഞാൻ ലീവിനൊക്കെ നാട്ടിൽ പോകുന്ന ടൈമിൽ എനിക്കിത് കണ്ടും അറിഞ്ഞും മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളൊരു 10 വർഷം മുന്നേ ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ എങ്ങനെയാണോ കണ്ടത് അങ്ങനെ ഹോസ്പിറ്റലല്ല. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ സജ്ജീകരണങ്ങളും എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ കൂടുതൽ തന്നെയാണ്. അതിന് കുറവൊന്നുമില്ല. ഒക്കെ ഓക്കെയാണ് ഇപ്പോൾ കേരളം. ആൻഡ് ഈ നിപ്പ പോലത്തെ ഒരു അസുഖം ഇപ്പം നമ്മുടെ നാട്ടിൽ ചെറുക്കാൻ നമുക്ക് പറ്റും. കാരണം ഓൾറെഡി 2 വട്ടം കോഴിക്കോട് ഇത് സ്ഥിരീകരിച്ചപ്പോഴും അധികം വ്യാപനമൊന്നും ഉണ്ടാകാതെ നമ്മൾ ചെറുത്താണ്. ഇതിനാണ് വ്യാപനം റേറ്റ് കൂടുതലാണ്. ഈ കൊറോണ പോലെ തന്നെ പെട്ടെന്ന് പടർന്നു പോകുന്നൊരു അസുഖമാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വയം പ്രതിരോധിക്കുക. കാരണം നമ്മൾ ഇപ്പം നമുക്കറിയില്ല നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന നിപ്പയുണ്ടോ ഇല്ലയോ. അപ്പം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനൊരു വ്യാപനം വരുന്ന സമയത്ത് നമ്മൾ സ്വയം PPE ഇട്ട് മീൻസ് അതായത് മാസ്ക്, പുറത്ത് പോയിട്ട് വന്ന കൈയൊക്കെ നന്നായി കഴുകി എല്ലാം നമ്മൾ എന്താണോ നമുക്ക് പ്രതിരോധിക്കാൻ നമുക്ക് പറ്റുന്നത്. ലാസ്റ്റ് ടൈം കൊറോണ വന്ന സമയത്ത് നമ്മളെങ്ങനെ ചെയ്തെന്ന് എല്ലാവർക്കും അറിയാം. ഓക്കെ ഞാൻ പറഞ്ഞു വന്നെന്ന് വെച്ചാൽ ആരോഗ്യ വകുപ്പ് ഈ വട്ടത്തെ UDF സർക്കാരാണ്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ UDF സർക്കാർ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുരളീധരൻ കിങ്ങിണിക്കുട്ടൻ എന്നാണ് വിളിക്കുന്നത് എല്ലാവരും. നമ്മുടെ കിങ്ങിണിക്കുട്ടൻ മുരളീധരൻ ചേട്ടൻ ആള് ആണ് ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഈ നിപ്പ സ്ഥിരീകരിച്ചത് കോഴിക്കോട്ടെ കളക്ടർ പറഞ്ഞ് മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തു. ഉച്ചയ്ക്ക് വൈകുന്നേരം ഈ മന്ത്രി വന്നിരുന്ന് പറയുന്നു സ്ഥിരീകരിച്ചിട്ടില്ല. അപ്പോൾ ഇവർ തമ്മിലുള്ള കോർഡിനേഷൻ എന്തുവാ? മന്ത്രി ഇതൊന്നും അറിയണ്ടേ? ഇപ്പം നമ്മുടെ ആരോഗ്യ മേഖല വെറും ഒരു താന്ന നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നത് ഇത് UDF സർക്കാർ സ്വകാര്യ ഹോസ്പിറ്റലിൽ നിന്ന് കാശും വാങ്ങി നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളെ താറടിച്ച് കാണിക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. കാരണം ഈ ഇലക്ഷൻ സമയത്തൊക്കെ ആരും ഇത് പറയുന്നുണ്ടായിരുന്നു. ആ ഒരു വകുപ്പ് എന്തായാലും ശരിക്കും ഈ UDF സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കേരളത്തിലെ ജനങ്ങളോട് വരാൻ പാടില്ല. കാരണം അത്രയും നല്ലൊരു ഫെസിലിറ്റി ഇപ്പം നമ്മുടെ നാട്ടിലുണ്ട്. അത് ഓൾറെഡി തകർത്ത് കഴിഞ്ഞാൽ ഇനി അതുപോലൊരു ഫെസിലിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെയും കൊണ്ട് സാധിക്കില്ല. നിങ്ങളെയും കൊണ്ട് എങ്ങനെ ഇതൊക്കെ സ്വകാര്യവൽക്കരിക്കാം, എങ്ങനെ നശിപ്പിക്കാം, എങ്ങനെയൊക്കെ ഒരു പദ്ധതി അവസാനിപ്പിക്കാം എന്ന് മാത്രമാണ് നിങ്ങൾ നോക്കുന്നത്. അല്ലാതെ എന്ത് പുതുതായിട്ട് തുടങ്ങാമെന്നുള്ളൊരു പരിപാടി നിങ്ങൾ നോക്കുന്നില്ല. അപ്പം എന്താ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മന്ത്രിയെ കൊണ്ടൊരു കാര്യമില്ലെന്നാണ് തോന്നുന്നത്. ഈ മന്ത്രിയെ കൊണ്ട് യാതൊരു കാര്യമില്ല. ഇയാൾ എന്തൊക്കെയാണ് കാണിക്കുന്നത്, എന്തൊക്കെയാണ് പറയുന്നത് അറിയത്തില്ല. ഇയാൾ പ്രതിപക്ഷത്തിരുന്ന സമയത്ത് ഇപ്പോൾ നടത്തിയൊരു പ്രസംഗം നല്ലപോലെ വൈറലായിട്ടുണ്ട്. നല്ലപോലെ ഏത് എരണം കെട്ടവനാണോ ഇത് ഭരിക്കുന്നത് ആ എരണം കെട്ടവരുടെ സമയത്ത് ഇങ്ങനെയുള്ള രോഗങ്ങളുണ്ടാവും. പിന്നെ എന്തുവാ വേറെ എന്തൊക്കെയോ അയാൾ പറയുന്നുണ്ട്. കരുണാകരൻ്റെയും AK ആൻ്റണിയുടെയും സമയത്ത് വവ്വാലില്ലായിരുന്നു.
ഈ നിപ്പ പടരാൻ വേണ്ടി എന്നൊക്കെ അയാൾ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. ഇപ്പം ഇതെല്ലാം തിരിച്ച് ഇയാളെ കുണ്ടിക്ക് തന്നെ കൊണ്ടു. ഇത് കാലം കാത്തു വെച്ച കാവ്യനീതിയാണ് ഇയാളെ ആരോഗ്യമന്ത്രിയാക്കിയത്. അതുപോലെ നമ്മുടെ ടീച്ചറമ്മ, ഇയാൾ കൊറോണ വന്ന ടൈമിൽ കൊറോണ റാണി, നിപ്പ റാണി, ഇങ്ങനെല്ലാം ഓരോ വിളിച്ച് ആക്ഷേപിച്ചാണ്. അപ്പോൾ ഇയാളെ ഇനിയിപ്പോൾ എന്താ വിളിക്കുന്നത്? നിപ്പ രാജകുമാരൻ എന്നാ. ഇയാളെ ഇനി നിപ്പ രാജകുമാരൻ നമുക്ക് വിളിക്കാൻ കഴിയും. അത്രയും നെറിയേടായിട്ട് പ്രതിപക്ഷത്തിരുന്ന് സംസാരിച്ചിട്ട് ഒരു ഉളുപ്പും ഇല്ലാതെ ഇപ്പം ആരോഗ്യമന്ത്രിയായിട്ട് ഇപ്പം വന്നിരുന്ന് ന്യായീകരിക്കുക. എന്നിട്ട് ഇപ്പം പറയുന്നത് ഞാൻ അന്ന് പ്രതിപക്ഷത്തെ കസാര ഇരുന്നപ്പോഴാണ് അത് പറഞ്ഞതിന് ഈ കസാര വേറെ വേണം. ഇതിനെയൊക്കെ മൾട്ടിപ്പിൾ ഡാഡി സിൻഡ്രം എന്നല്ലാതെ ഗൈസ് എന്താണ് നമ്മൾ പറയുന്നത്? വാക്കാണേ പ്രധാനം. ഇന്നൊരു പരിപാടി മേനോൻ മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ ഒരു ഇതിനകത്ത് വരുന്നതല്ലേ, ഒരു മന്ത്രിസഭയല്ലേ, എല്ലാത്തിൻ്റെയും ഗുണം കണക്ക് തന്നെ. കുറച്ച് ഞാൻ നിഷ്പക്ഷമായി സംസാരിക്കുന്ന ഒരാളാണ്. UDF ഭരിക്കുമ്പം UDFനെ നമ്മൾ എതിർക്കും മീൻസ് അവരെ നമ്മൾ അവരുടെ തെറ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ LDFൻ്റെ പറയേണ്ട ആവശ്യമില്ല, അവർ പ്രതിപക്ഷത്താണ്. LDF ഭരിക്കുമ്പോൾ LDFൻ്റെ നമ്മൾ പറയും കുറ്റവും കാര്യങ്ങളും എല്ലാം, അവരെ നമ്മൾ കുറ്റപ്പെടുത്തും. അപ്പം UDFനെ കുറ്റപ്പെടുത്തുന്ന കാര്യമില്ല, കാരണം അവർ പ്രതിപക്ഷത്താണ്. നമ്മൾ ആരാണോ ഭരണം അവരെ നമ്മൾ കുറ്റപ്പെടുത്തി അവരെ കാര്യങ്ങൾ അവർക്കെതിരെ സംസാരിച്ചാൽ മാത്രമേ അവർ നാളെ നല്ലൊരു ഭരണം കാഴ്ചവെക്കത്തുള്ളൂ. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലത്തെ ഇപ്പോഴത്തെ അവസ്ഥ. അവനവൻ സ്വയം നോക്കിയാൽ അവനവന് കൊള്ളാം. ഈ ഷിഗല്ല പോലോ ഒരു എലിപ്പനി പോലോ ഒന്നും അല്ല ഈ നിപ്പ എന്ന് പറയുന്നത്. നിപ്പയുടെ ഡെത്ത് റേറ്റ് വളരെ കൂടുതലാണ്, കൂടിക്കഴിഞ്ഞ ഒരു പോക്കാണ്. അതെനിക്ക് തോന്നുന്നു ഇങ്ങനെ സർവൈവൽ ആവുന്നത് കുറവാണെന്ന് തോന്നുന്നു. കൂടുതലും ആൾക്കാരും മരിക്കുവാണെന്ന് തോന്നുന്നത്. അതിനുള്ള പ്രതിരോധിക്കാനുള്ള ഒരു സംഭവങ്ങളും ഒരു നടപടികളും ഒന്നും ഇതുവരെ അവർ ചെയ്തിട്ടില്ല. പണ്ടൊക്കെ ആണെങ്കിൽ ചെറിയൊരു അനാസ്ഥ വരുമ്പോഴേ ഈ കൊടി കാണിക്കലും ഈ യൂത്ത് കോൺഗ്രസിൻ്റെ ആൾക്കാരൊക്കെ കൊടി കാണിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ലത് തന്നെ, അതൊക്കെ ചെയ്യണം. അങ്ങനെ ആരോഗ്യ വകുപ്പിനെ നമ്മൾ വിമർശിക്കണം ശരിക്കും. പക്ഷേ ആ വിമർശിച്ചവർ ഇപ്പം എവിടെ എന്നാണ് എൻ്റെ ഒരു ചോദ്യം. ഇപ്പോഴും വിമർശിക്കണ്ടേ? അന്ന് നിങ്ങൾ ആത്മാർത്ഥമായി മീൻസ് നമുക്ക് ആർക്കാണോ ഈ ആരോഗ്യ വകുപ്പിൽ കൂടെ ഒരു മീൻസ് എന്താണ് ഒരു അപകടം പറ്റിയതല്ലേ, അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായത്, അവർക്ക് വേണ്ടിയാണ് നിങ്ങൾ പോയതെങ്കിൽ ഇനിയുള്ള സമയത്ത് ഇപ്പോൾ ഈ ഒരു മാസം കൊണ്ട് നല്ലപോലെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പം നോട്ട് ചെയ്യുന്നുണ്ട്, മീഡിയയിൽ കൂടെ ഒക്കെ കാണുന്നുണ്ട്. അപ്പം നിങ്ങൾ അവർക്ക് ഈ മനുഷ്യർക്ക് വേണ്ടിയാണ് ഇറങ്ങിയെങ്കിൽ മനുഷ്യന് വേണ്ടി, പാർട്ടിക്ക് വേണ്ടിയാണ് ഇറങ്ങിയെങ്കിൽ നിങ്ങൾ ഇനി ഇറങ്ങില്ല. കാരണം ഇനി നിങ്ങളുടെ സർക്കാരാണ് ഭരിക്കുന്നത്. അപ്പോൾ ഇനി അവർ എന്ത് കൊള്ളരുതാമ കാണിച്ചാലും എങ്ങനെയൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇനി ഇറങ്ങില്ല. അതാണ് ഡിഫറൻറ്റ്. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ മനുഷ്യന് വേണ്ടിയാണ് ഈ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ, ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടക്കുന്നതെങ്കിൽ നിങ്ങൾ ഇനി ഇറങ്ങണം, ഇനിയും വിമർശിക്കണം. ഭരിക്കുന്ന പാർട്ടിയാണ്, ഞങ്ങളാണ് ഭരിക്കുന്നതെന്ന് നോക്കിയിട്ട് നിങ്ങൾ ഇറങ്ങാതിരിക്കരുത്. അപ്പോൾ ഞാനത് ഒരു കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടി ഈ വീഡിയോ ചെയ്തതാണ് ഗൈസ്. ഓക്കെ, എന്തായാലും നമ്മൾ തന്നെത്താൻ അവയർനെസ് ആവുക, നമ്മൾ തന്നെത്താൻ കുറച്ച് കെയർ ആവുക. ഈ നിപ്പ പോലുള്ള അസുഖങ്ങൾ വന്നാൽ മരണം ആണ് ഒരു 95% ഇപ്പോൾ കണ്ടുവരുന്നത്. അതുകൊണ്ട് ആർക്കും അത് വരാതിരിക്കട്ടെ. എല്ലാവരും സേഫായിട്ടിരിക്കുക. ഓക്കെ ഗൈസ്, അടുത്ത വീഡിയോ കാണാം.